ബാലൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ജമ്മത്ത് പോകില്ല എന്നാണ് വിചാരിച്ചത്. കിഡ്സിൻ്റെ ടോർച്ചർ, കിഡ്സ് വിഷമിക്കുന്ന സിനിമയൊന്നും കാണാനുള്ള മനക്കെട്ടി നെഹി ഹേ. ഫസ്റ്റ് ഡേ റിവ്യൂ കണ്ടിട്ടാണ് പോയത് കേട്ടോ. നല്ലൊരു ഇമോഷണൽ ത്രില്ലറാണ്. അപ്പോൾ പോസ്റ്റേഴ്സും തുടങ്ങും. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആ തക്കുട അമ്മച്ചിയാണ് കേട്ടോ. എന്നാ ക്യൂട്ട് അഭിനയമാണെന്നേ. ആ കൊലച്ചിരിയൊക്കെ നല്ല രസമാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ആ ബാലനാണ് കേട്ടോ. ആ കൊച്ചുചെറുക്കൻ്റെ ആക്ടിംഗ് ഒക്കെ കിടുവാണ്. ആ കുഞ്ഞ് അനുഭവിക്കുന്ന കുറേ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഈ ഫിലിം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിഷമാകും. എന്ന് വെച്ചാൽ കരഞ്ഞ് നമ്മൾ പണ്ടാരടങ്ങുമെന്നല്ല, ചെറുതായിട്ടൊരു വിഷമം വരും. ഒരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയാണ്. കാസ്റ്റിംഗ് ഒക്കെ കിടുവാണ് കേട്ടോ. ഈ അമ്മയെ കാണുമ്പോൾ തന്നെ ഒരു മിസ്റ്ററി ഫീലാണ്. ഇതുപോലെ ഒരു ക്യാരക്ടർ, ഒരു മിസ്റ്ററി ലേഡി അല്ലെങ്കിൽ ഒരു പ്രേതമായിട്ടൊക്കെ അഭിനയിക്കാൻ നല്ല ഭാവിയുണ്ട് കേട്ടോ. മുത്തശ്ശി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ടോവിനോൻ്റെയാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം ഫോർ ദാറ്റ്. ഇതുപോലെ ഒരു പിച്ചക്കാരൻ ലുക്കുള്ളൊരു ക്യാരക്ടറൊക്കെ ഒരു ആക്ടർ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രീസ് കിഡു മാൻ. സിനിമ കഴിഞ്ഞാലും ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും 2-3 ദിവസം. ആൻഡ് ഈ സിനിമയിൽ ടോവിനോ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പോലീസായിട്ട് ജീൻ പോളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓനെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. മാനറിസം ഒക്കെ എൻ്റെ മോനെ ഒന്നും പറയണ്ട. ഇനിയും ഈ സിനിമയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ആസ് ഓഫ് നൗ ഞാൻ നിർത്തുന്നു. അപ്പോൾ ഓവറോൾ ഈ സിനിമ കിടുവാണ്, നല്ല എൻഗേജിങ് ആണ്. അപ്പോൾ ഈ ത്രില്ലർ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ റിവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ വേഗം തന്നെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കണ്ടോളൂ കേട്ടോ.